ഹലോ മക്കളെ, അപ്പൊ നമ്മള് പ്ലാറ്റ്യൂബർ എർത്ത് ഹിസ്റ്ററി സ്ലംപേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മള് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പഠിച്ചു, അവിടുത്തെ നദികളെ പറ്റി പഠിച്ചു. ബാക്കിയുള്ള കുറെ ഡീറ്റെയിൽസ് നമ്മള് ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ചമ്പൽ റവൈനുകളെ പറ്റിയിട്ടാണ്. ചമ്പൽ റവൈൻസ്. സോ the gullies that are formed by the continuous erosion by Chambal River and its tributaries are a distinct topographical feature of this region. Such badland topographical features along the northern slopes of Malwa Plateau are known as ravines. Okay. സോ മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരതനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻ എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. അപ്പൊ റവൈൻ എന്ന് പറയുന്നത് എന്താണ്? നിഷ്ഫല ഭൂപ്രകൃതിയാണ്. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായിട്ടുള്ള അപരതനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളാണ് അവിടുത്തെ ഭൂസവിശേഷത എന്ന് പറയുന്നത്. ആൻഡ് ഇതില് വരുന്ന നദികൾ ഏതൊക്കെയാണ്? നമ്മൾ നദികളുടെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു ഉണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പഠിച്ചു, കിഴക്കോട്ട് ഒഴുകിയിട്ട് എവിടേക്ക് അറബിക്കടലിൽ വീഴുന്നത് പഠിച്ചു. പിന്നെ നമ്മള് പറയുന്നത് വടക്കോട്ടേക്ക് ഒഴുകിയിട്ട് ഗംഗയിലേക്ക് പോകുന്ന നദികൾ അല്ലെ? സോ നദീതട പദ്ധതികളാണ് നെക്സ്റ്റ്. ഇത് ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദി ബേസ്ഡ് ആണ്? മഹാനദി ബേസ്ഡ് ആണ്. ഏത് സംസ്ഥാനത്തിലാണ്? ഒഡീഷയിലാണ്. സോ ഹിരാക്കുഡ് മഹാനദി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഏത് സ്റ്റേറ്റിലാ? ഒഡീഷയിലാണ്. അടുത്ത നദീതട പദ്ധതി എന്ന് പറയുന്നത് തുംഗഭദ്രയാണ്. തുംഗഭദ്ര ഏത് റിവർ ആണ്? തുംഗഭദ്ര പദ്ധതി എന്ന് പറയുന്നത് തുംഗഭദ്ര നദി തന്നെയാണ്. അത് കൃഷ്ണ നദിയുടെ ഒരു പോഷക നദിയായിട്ടുള്ള തുംഗഭദ്ര നദിയാണ്. ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകത്തിലാണ്. നെക്സ്റ്റ് സർദാർ സരോവർ നമ്മൾ പറഞ്ഞു അല്ലെ? നർമ്മദ നദിയിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഓക്കെ. നെക്സ്റ്റ് ഒരു പദ്ധതി എന്ന് പറയുന്നത് കൃഷ്ണരാജസാഗർ കാവേരി നദിയായിട്ട് ബേസ്ഡ് ആയിട്ട് കർണാടകത്തിലാണ്. നെക്സ്റ്റ് നിസാം സാഗർ ഗോദാവരി നദിയാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ. സോ ഹിരാക്കുഡ്, തുംഗഭദ്ര, സർദാർ സരോവർ, കൃഷ്ണരാജസാഗർ, നിസാം സാഗർ ഇതൊക്കെ നദികളാണെന്ന് ഓർത്തു വെക്കുക. മഹാനദി, തുംഗഭദ്ര നദി, നർമ്മദ, കാവേരി, ഗോദാവരി ഏതൊക്കെ സംസ്ഥാനത്തിലാണെന്നും ഓർത്തു വെക്കുക. സെയിം വേർഷൻ ഇംഗ്ലീഷ് ആണ്. കൃഷ്ണരാജസാഗർ കാവേരി കർണാടക, നിസാം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശ്. ബാക്കി നമ്മള് പറഞ്ഞതാണ് അല്ലെ? എല്ലാം നമ്മൾ പറഞ്ഞത് തന്നെ. സോ വാട്ട് ആർ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്ട്? എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? എന്താണ് മൾട്ടി പർപ്പസ് പ്രോജക്ട് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ഡാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നോക്കുന്നത്. സോ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്ട്സ് ആർ ദ പ്രോജക്ട് ദാറ്റ് ആർ കൺസ്ട്രക്ട് ഡാംസ് അക്രോസ് എ റിവർ ഫോർ സർവിംഗ് ഡിഫറെന്റ് പർപ്പസസ് സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞൊന്നുമില്ല. വിവിധോദ്ദേശ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാ? പല കാര്യങ്ങളെ മുൻനിർത്തി അല്ലെ? പല ആവശ്യങ്ങൾ അല്ലെ? വിവിധ ഉദ്ദേശങ്ങളാണ്. സോ ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധ ഉദ്ദേശ്യ നദീതട പദ്ധതികൾ. ഓക്കെ. ഒരു നദീന്റെ അക്രോസ് ആയിട്ട് നമ്മൾ ഡാം ഉണ്ടാക്കും, അണക്കെട്ട് ഉണ്ടാക്കും, എന്നിട്ട് അത് വെച്ചിട്ട് പല ഉദ്ദേശങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് വിവിധോദ്ദേശീയ നദീതട പദ്ധതി അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലഡ് കൺട്രോൾ അല്ലെ? വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറിഗേഷൻ, ജലസേചനം അല്ലെ? വെള്ളപ്പൊക്ക നിയന്ത്രണം ഉണ്ട്, ജലസേചനം അഥവാ ഇറിഗേഷൻ ഉണ്ട്. പിന്നെ എന്താ വേറെ ഏത് പർപ്പസ്? മൾട്ടി പർപ്പസ് അല്ലേ? വിവിധ ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് ഫ്ലഡ് കൺട്രോൾ ആണ്, ഇറിഗേഷൻ ഉണ്ട്, ഹൈഡൽ പവർ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജലവൈദ്യുത ഉൽപാദനം അല്ലെ? വെള്ളത്തിൽ നിന്നും കറണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡൽ പവർ സ്റ്റേഷൻ. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം അല്ലെ? ഫിഷിംഗ്, മത്സ്യബന്ധനം, ടൂറിസം, വിനോദസഞ്ചാരം,
are some of the main objective of such product. ഇതൊക്കെയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെടാ? ഫ്ലഡ് കൺട്രോൾ ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, ഹൈഡൽ പവർ ജനറേഷൻ ഉണ്ട്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, ഫിഷിംഗ് ആൻഡ് ടൂറിസം. സോ ഇങ്ങനെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങള് മുന്നിൽ കണ്ടിട്ടാണ് വിവിധ ഉദ്ദേശ പദ്ധതികള് ഫോം ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഡാമിന്റെ ഫോട്ടോ ആണ് അല്ലെ, നദിക്ക് കുറുകെയായിട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ, പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം. ഓക്കെ, അപ്പൊ നാച്ചുറൽ ആയിട്ട് പീഠഭൂമിയിലുള്ള വെജിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ the natural vegetation of a region is in accordance with the physiography and climate of that region. അല്ലെ, നിങ്ങൾ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ എപ്പോഴും, അതുപോലെ തന്നെ ഫിസിയോഗ്രഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ അവിടെ ഏതൊക്കെ ജീവജാലങ്ങള്. പെൻഗ്വിനെ കൊണ്ടുപോയിട്ട് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് പെൻഗ്വിനെ ഇട്ട് കഴിഞ്ഞാൽ പെൻഗ്വിൻ ഇവിടെ വളരുമോ? ഇല്ല അല്ലെ. പെൻഗ്വിന് നല്ല തണുത്ത മഞ്ഞ് മൂടിയ സ്ഥലത്ത് അല്ലെ, അല്ലെ പോളാർ ബിയറിനൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പം ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും എവിടെ വസിക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. ആൻഡ് അതിനകത്ത് ഫസ്റ്റ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകൾ. ഡെസിഡസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താ? കൊഴിഞ്ഞു പോകുക എന്നുള്ളതാണ്. അപ്പം ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകൾ. These are the most widespread natural forests in the peninsular plateau. പെനിൻസുലാർ പ്ലാറ്റ്യൂവിലുള്ള ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഇവ. Such vegetation is generally confined to the regions receiving 70 centimeter to 200 centimeter, അല്ലെ 70 centimeter to 200 centimeter of annual rainfall. അപ്പം എത്ര മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്? 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവെ കാണപ്പെടുന്നത്. ഏതാണ്? ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെ, ഇല പൊഴിക്കുന്ന ഉഷ്ണമേഖല കാടുകൾ കാണപ്പെടുന്നത് 70 to 200. ആ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 70 to 200 എന്ന് പറയുന്ന റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ ദീസ് ആർ ഓഫ് 2 types. അപ്പം ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളിൽ 70 മുതൽ 200 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ലഭിക്കുന്ന മഴയുടെ ബേസിസിൽ അല്ലെ, മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. എന്താണ്? മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റും ഉണ്ട്, ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റും ഉണ്ട്. ആർദ്ര ഇലപൊഴിയും കാടുകൾ, അതാണ് മോയിസ്റ്റ്. ആർദ്രത എന്ന് പറഞ്ഞാൽ നനവല്ലേ. സോ മോയിസ്റ്റ് ഇലപൊഴിയും കാടുകളുമുണ്ട്, ഡ്രൈ വരണ്ട ഇലപൊഴിയും കാടുകൾ അല്ലെ. മോയിസ്റ്റ് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റും, മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റും ഉണ്ട്, ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റും ഉണ്ട്. രണ്ടായിട്ടാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റിന് രണ്ടായിട്ട് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റും ഉണ്ട് ആൻഡ് മോയിസ്റ്റും ഉണ്ട് അല്ലെ. മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ആർദ്രവും വരേണ്ടത്. Moist deciduous forests are found in areas receiving 100 to 200 centimeter annual rainfall. എന്താണ്? നമ്മൾ പറഞ്ഞു 70 to 200 അല്ലേ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ 70 to 200 ആ കിട്ടുന്നത്. അതിനകത്ത് 100 മുതൽ 200 അല്ലെ കൂടിയ അളവിൽ മഴ ലഭിക്കുന്നു അല്ലെ. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇല പൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. Okay, the type of vegetation commonly found along the eastern slopes of the western Ghats are of this type. എവിടെയാണ് ഈ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവില്. പശ്ചിമഘട്ടമുണ്ട്, പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവില് പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ എവിടെയൊക്കെയാണ് കാണുന്നത്? എവിടെയൊക്കെയാണ്? Also, this vegetation is also seen along the hills of Madhya Pradesh. Madhya Pradesh കാണുന്നുണ്ട്, ഛത്തീസ്ഗഡ് കാണുന്നുണ്ട്, as well as in Chota Nagpur.
ഏതാണ്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാല്, സീശം, മൗവ, സാൻഡൽവുഡ് എക്സെട്ര ആർ കോമൺ ഇൻ ദീസ് ഫോറസ്റ്റ്. തേക്ക്, സാല്, ശീശം, മൗവ, ചന്ദനം, സാൻഡൽ എന്ന് പറഞ്ഞാൽ ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായിട്ട് കാണപ്പെടുന്നു. അപ്പൊ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് 100 to 200 സെന്റിമീറ്റർ മഴയാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ തരത്തിലുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ്. ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ആർ കൺഫൈൻഡ് ടു ദി അതർ പാർട്സ് ഓഫ് പെനിൻസുലാർ പ്ലാറ്റ്യൂ റിസീവിംഗ് 70 to 100 സെന്റിമീറ്റർ. അപ്പം മൊത്തത്തില് നമ്മൾ 70 to 200 ആയിരുന്നു പറഞ്ഞത്. അതിനകത്ത് 100 to 200 ആണെങ്കിൽ മോയിസ്റ്റ് ആണ്. 70 to 100 സെന്റിമീറ്റർ റെയിൻ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, ആനുവൽ റെയിൻഫോൾ ആണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പറയാ? ഡ്രൈ ഡെസിഡസ് അല്ലെ, വരണ്ട ഡെസിഡസ് ആണ്. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇല ബാക്കിയില്ല, മോയിസ്റ്റ് ഒഴികെ ബാക്കിയുള്ള ഇതര ഭാഗങ്ങളിലൊക്കെ വരണ്ട ഇല പൊഴിയും കാടുകളാണ് ഉള്ളത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. അപ്പം മഴ ഇല്ലാത്ത സ്ഥലത്തൊക്കെ അല്ലെ, അതായത് വെള്ളം കുറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇങ്ങനെ വളരെ വിശാലമായ ഇലകളോട് കൂടിയ മരങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇലകളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടെ നടക്കും അല്ലെ, വെള്ളത്തിന്റെ കണ്ടന്റ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. ട്രാൻസ്പിറേഷൻ വഴിയും അല്ലാതെയും എന്താണ്, വെള്ളം ചെടിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം ആ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് വെള്ളം വേരിന് വലിച്ചെടുക്കാനുള്ള വെള്ളം അവൈലബിൾ ആണെങ്കിൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വലിയ ഇലയാണെങ്കിൽ അത്രയ്ക്ക് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അപ്പം ഇലനെ മോഡിഫൈ ചെയ്ത് മുള്ളുകളെ പോലെയൊക്കെ ആക്കി വെക്കുന്ന ചെടികളാകുമ്പം കുറഞ്ഞ വെള്ളത്തിന്റെ ലോസ് ഉണ്ടാവുള്ളൂ. അപ്പം വെള്ളം കിട്ടാത്ത ഈ വരണ്ട പ്രദേശങ്ങളിലൊക്കെ മുള്ള് ചെടികൾ അല്ലെങ്കിൽ കുറ്റിച്ചെടികളൊക്കെയാണ് കൂടുതലായിട്ടും വളരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ കാണുന്നത് മുൾക്കാടുകളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളുമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇറ്റ് ഗിവ്സ് വേ ടു തോൺ ഫോറസ്റ്റ് അല്ലെ, മുൾക്കാടും അതുപോലെ തന്നെ shrub കുറ്റിച്ചെടികളും as we move closer to the area with scanty rainfall. With the onset of drought, these trees completely shed their leaves. അപ്പം നല്ല വരൾച്ച വന്ന സമയത്ത് ഈ മരങ്ങൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അല്ലെ, വരൾച്ച കാലം എത്തുന്നതോടുകൂടി ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കുകയും അതുപോലെ തന്നെ and the forest turned to grasslands having leafless trees. എന്താണ്, വനങ്ങള് ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേട് അല്ലെ, ഇലകളൊന്നും ഇല്ലാത്ത സസ്യങ്ങളുള്ള കുറച്ച് പുൽമേടുകളായിട്ട് വനങ്ങൾ മാറും. കാരണം വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറവാണ് അല്ലെ, 70 to 100 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പം വളരെ കുറഞ്ഞ മഴയാണ് കിട്ടുന്നത്. അവിടെ ഏതൊക്കെ മരങ്ങളാണ് കാണാൻ പറ്റുക? തേക്ക്, റേസ് വുഡ്, ആക്സൽ വുഡ്, ബാംബൂസ് എക്സെട്ര ആർ കോമൺ ഹിയർ അല്ലെ. തേക്ക്, റോഡ്, ആക്സൽ വുഡ്, പിന്നെയോ റോസ് വുഡ്, മുളവർഗങ്ങൾ തുടങ്ങിയവ ഇവിടെ സാധാരണമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇനി ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, രണ്ടാമതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നതാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. ഓക്കെ, ഉഷ്ണമേഖല മുൾക്കാടുകൾ. This type of vegetation is common along the regions with high temperature and an annual rainfall below 75 centimeters. ഓക്കെ, 75 സെന്റിമീറ്ററിന് താഴെ അല്ലെ, ഭയങ്കര ട്രോപ്പിക്കൽ മുൾക്കാട്. ഞാൻ പറഞ്ഞു വലിയ ഇലയൊന്നും ഉണ്ടാവില്ല, ചെറിയ മുൾച്ചെടി. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്താണ്, മുള്ളു പോലത്തെ ചെടികളായിരിക്കും അല്ലെ, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറയുന്നതിനനുസരിച്ച് സസ്യങ്ങളിലും എന്തുണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും. 75 സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയിലുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവായി കാണപ്പെടുന്നത്. ആൻഡ് ഷോർട്ട് ട്രീസ് ആർ സീൻ ഹിയർ ആൻഡ് ദർ അല്ലെ, അവിടെ ആയിട്ട് ഉയരം കുറഞ്ഞിട്ടുള്ള മരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആൻഡ് അക്കേഷ്യ, യൂഫോർബിയ, ഡേറ്റ്, പാംസ്, എ ഫ്യൂ വെറൈറ്റീസ് ഓഫ് ഗ്രാസ് എക്സെട്ര ആർ ദി കോമൺ വൺസ്. ഏതൊക്കെയാണ്? അക്കേഷ്യ ഉണ്ട്, യൂഫോർബിയ ഉണ്ട്, ഈന്തപ്പന ഉണ്ട്, ചില ഇനം പുൽവർഗ്ഗങ്ങളുണ്ട്. ഇതൊക്കെയാണ് അവിടെ വളരുന്ന
എന്തെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഏതൊരു സ്ഥലം പറയുമ്പോഴും, ഇപ്പം ട്രോപ്പിക്കൽ ആണെങ്കിലും ഡെസേർട്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങള് അവിടെ കാണുന്ന ചെടികള്, അവിടെ ലഭിക്കുന്ന മഴയുടെ അളവ്, അത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നുള്ള പോർഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കും. ഓക്കെ, the semi-arid regions of Maharashtra and Karnataka to the east of Western Ghats and the dry regions of Andhra Pradesh, Telangana and Tamil Nadu have this type of vegetation. അപ്പൊ നമ്മൾ ഇവിടെ ഈ ട്രോപ്പിക്കൽ ടൗൺ ഫോറസ്റ്റ് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് കാണുന്നത്? പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായിട്ട് മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരു പ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം സസ്യങ്ങളാണ് ഉള്ളത്. അതായത് കുറച്ച് ഡ്രൈ ആയിട്ട് മഴ കുറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഇങ്ങനത്തെ മുൾക്കാടുകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്. ഓക്കെ, ഇനി ദക്ഷിണ പർവ്വത മേഖലകൾ, സദേൺ മൗണ്ടൈൻ ഫോറസ്റ്റ്. ഓക്കെ, ദക്ഷിണ പർവ്വത മേഖലകൾ, the vegetation along the higher reaches of the plateaus such as Western Ghats, Vindhya ranges, the Nilgiri hills are generally included in the category of southern mountain forests. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദി പ്ലേസസ് സിറ്റുവേറ്റഡ് എബോവ് 1500 meters അല്ലെ have temperate vegetation below which subtropical vegetation is seen. 1500 മീറ്ററിൽ ഉയരമുള്ള ഇടങ്ങളില് മിതോഷ്ണ സസ്യജാലങ്ങളും അതിനനുസരിച്ചത് സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷൻ അലോങ് ദ നീൽഗിരീസ്, പളനി, ആനമലൈ എക്സെട്ര ആർ കോൾഡ് ആസ് ഷോള ഫോറസ്റ്റ്. എന്താണ് ഷോള അല്ലെങ്കിൽ ചോളവനങ്ങൾ? ഷോള ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴേക്ക് വരുമ്പം ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നുണ്ട്. നീലഗിരി, പളനി അല്ലെ, പളനി നമ്മൾ കേട്ടിട്ടില്ലേ, നീലഗിരി നമ്മൾ കേട്ടിട്ടില്ലേ, ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ അല്ലെങ്കിൽ ഷോള ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻസിറ്റു സോയിൽ ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ഇനി രണ്ട് ടൈപ്പ് സോയിലാണ്. ഇനി വേറെ വേറെ പല ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി സോയിൽസ് പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള സോയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇൻസിറ്റു സോയിലും ഉണ്ട്, ട്രാൻസ്പോർട്ടഡ് സോയിൽ ഉണ്ട്. അതായത് ഇൻസിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ തന്നെ ഇൻസൈഡ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് തനതിടങ്ങളിലുള്ള മണ്ണ്. ഓക്കെ, തനതിട മണ്ണ് എന്നാ പറയാം. അതായത് തനത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ അപ്പം തനതിടങ്ങളിലെ മണ്ണുമുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടഡ് മണ്ണുണ്ട്. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണ്. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ആയി വരുന്ന മണ്ണുണ്ട്, അവിടെ തന്നെയുള്ള മണ്ണുണ്ട്. ഓക്കെ, അതാണ് ആ രണ്ട് തരത്തിലുള്ള മണ്ണ്. സോ in situ soils are the soils that rest over the place at which they are formed. അല്ലെ, അത് എവിടെയാണോ ഫോം ചെയ്തിട്ടുള്ള അവിടെ തന്നെ നിൽക്കുന്നത്. അല്ലെ, ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അല്ലെ, ഒരു സ്ഥലത്ത് ഒരു ശില ഉണ്ടാവും, അതിൽ നിന്ന് അത് പൊടിഞ്ഞ് അല്ലെങ്കിൽ അതിന് അപക്ഷയ അപരതലം ചേഞ്ച് വന്നിട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. അതാണ് കറുത്ത മണ്ണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, കറുത്ത മണ്ണിനെ പറ്റി, റീഗർ സോയിലിനെ പറ്റി പഠിച്ചില്ലേ നമ്മള്? യെസ്, ബ്ലാക്ക് സോയിൽ ആണ് അതിന്റെ എക്സാമ്പിൾ. ദ സോയിൽസ് ക്യാരിഡ് അവേ ബൈ റിവേഴ്സ്, വിൻഡ് എക്സെട്ര ആൻഡ് ഡെപ്പോസിറ്റഡ് സംവർ. അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് നല്ലൊരു കാറ്റടിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് മണ്ണ് പോകുന്നു. അതുപോലെ തന്നെ റിവർ അല്ലെ, നന്നായിട്ട് നദി ഒഴുകുമ്പം നദിയുടെ കൂടെ തന്നെ ഒരു സ്ഥലത്തുള്ള മണ്ണ് ഒഴുകി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അല്ലെ, മറ്റേത് എന്താ? തനതിടം പറഞ്ഞാൽ അവിടുത്തെ ശിലകളിൽ തന്നെ ഉത്ഭവിച്ചു വരുന്ന മണ്ണ്, അവിടുത്തെ മണ്ണ്. വേറൊരു സ്ഥലത്ത് നല്ല കാറ്റോ നദിയോ ഒക്കെ കൊണ്ടുവരുന്ന മണ്ണാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. സോ ദ സോയിൽസ് ക്യാരിഡ് അവേ ബൈ റിവേഴ്സ്, വിൻഡ് എക്സെട്ര ആൻഡ് ഡെപ്പോസിറ്റഡ് സംവെയർ എൽസ് ആർ കോൾഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. അതിന്റെ എക്സാമ്പിൾ ആണ് അലൂവിയൽ സോയിൽ. ഓക്കെ, അലൂവിയൽ സോയിൽ. ആൻഡ്
നദികളോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണ് അല്ലെ, നദിയോ കാറ്റോ കൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് വിളിക്കുന്നുണ്ട്. ഉദാഹരണമാണ് ഇതാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു കുഞ്ഞു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ, മൾട്ടി പർപ്പസ് പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു അല്ലെ, വിവിധോദ്ദേശ പദ്ധതികളെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ മണ്ണിന്റെ ടൈപ്പ് ഇൻസിറ്റു ആൻഡ് ട്രാൻസ്പോർട്ടഡ് പഠിച്ചു, അതുപോലെ തന്നെ നൈസർഗിക സസ്യജാലങ്ങൾ അല്ലെ, ഓരോ സ്ഥലത്തുമുള്ള ഡെസിഡസ് അല്ലെങ്കിൽ തോൺ ഫോറസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഓരോ സ്ഥലത്തും ഉണ്ടാവുന്ന സസ്യജാലങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിലും അവിടെ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെ പറ്റിയും പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്